ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേരള സിലബസ് +1കാർക്ക് പഠിക്കാനുള്ള ഇഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷിനകത്തെ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ് എന്ന് പറയുന്ന പോയമാണ്. അപ്പോൾ നമുക്കതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന പോയറ്റിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയമാണ് ഇഫ്. അപ്പോൾ ഇഫ് എന്ന് പറയുന്ന ഈ പോയത്തിനകത്ത് റുഡ്യാർഡ് കിപ്ലിംഗ് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്കൊരു നല്ല മനുഷ്യനാകാം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് പറയുന്നത് ഒരു അച്ഛൻ തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമായിട്ടാണ്. ഓക്കെ, ഇതിൽ എങ്ങനെ ഒരു പെർഫെക്റ്റ് മാനായിട്ട് മാറാം എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞു തരുന്നത്, എങ്ങനെ നമുക്ക് ഒരു നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. ഓക്കെ, എങ്ങനെയുള്ളൊരു വാല്യൂ, ഒരു വിർച്യു ഒക്കെ ഉള്ളൊരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഇഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പോയം വളരെ ഫേമസ് ആണ്. ഒരു ആന്തം എന്നാണ് പറയുന്നത്, അതായത് എല്ലാവരും ഒരു ദേശീയ ഗാനം പോലെ ഏറ്റെടുത്ത ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള പോയം. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വളരെ പോപ്പുലാരിറ്റി നേടിക്കൊടുത്തൊരു പോയമാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ പോപ്പുലറായിട്ടുള്ളൊരു പോയമായിരുന്നു ഇഫ്. സോ ഇഫിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് ഇതാണ്: ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദെയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ഇഫ് യു ക്യാൻ trust yourself when all men doubt you, but make allowance for their doubting too. If you can wait and not be tired by waiting, or being lied about, don't deal in lies, or being hated, don't give way to hating, and yet don't look too good nor talk too wise. അതായത് അദ്ദേഹം പറയുന്നത്, ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദെയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. അതായത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിന്നെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് എല്ലാവരും നിന്നെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും നിനക്ക് നിൻ്റെ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നീ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് നിന്നെ പിടിക്കപ്പെടുകയാണെങ്കിൽ, എല്ലാ കുറ്റവും നിൻ്റെ തലയിൽ വന്ന് വീഴുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പാളിച്ച പറ്റോ അല്ലെങ്കിൽ നിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലും നിനക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും നിനക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, എന്നിരുന്നാലും ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. പക്ഷേ മറ്റുള്ളവർ പറയുന്ന കാര്യത്തിൽ അവർ നിന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ നിന്നെ സംശയത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ആ സംശയത്തിനും നീ കുറച്ച് വില കൽപ്പിക്കണം. അതായത് സെൽഫ് അനാലിസിസ് ചെയ്ത് നോക്കണം. നിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തണം, അല്ലേ? അതാണ് പറയുന്നത്. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. അവർ പറയുന്നതിലും എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നീ ചെക്ക് ചെയ്യണം. അതുപോലെ ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്, ഓർ ബീയിങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. ഒരുപക്ഷെ നിനക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നിൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കണമായിരിക്കും. പക്ഷേ ആ കാത്തിരിപ്പ് ഒരിക്കലും വ്യർത്ഥമല്ല എന്ന് തിരിച്ചറിയണം. നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. അതായത് നമ്മളുടെ ലക്ഷ്യത്തിന് എന്തെങ്കിലും അർത്ഥമുള്ള ലക്ഷ്യമായിരിക്കണം. ഒരു ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ആവരുത് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മുടെ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെ ആവരുത്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പ് നമ്മളെ ബോറടിപ്പിക്കാനോ നമുക്കത് നഷ്ടമാണെന്ന് തോന്നാനോ ഉള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതുപോലെ ഓർ ബീയിങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. ഒരുപക്ഷെ നിനക്ക് ചുറ്റുമുള്ളവർ കള്ളം പറഞ്ഞേക്കാം, പല കാര്യങ്ങളും അവർ കള്ളം പറഞ്ഞേക്കാം, ചിലപ്പോൾ നിന്നെക്കുറിച്ച് തന്നെ കള്ളം പറഞ്ഞേക്കാം. ഓർ ബീയിങ് ലൈഡ് അബൌട്ട്, പലരും കള്ളത്തരമൊക്കെ കാണിക്കുകയും പറയും, ഒരുപക്ഷെ നിന്നെക്കുറിച്ച് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞെന്നും ഇരിക്കാം. എന്നാൽ പോലും ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. പക്ഷെ നീ കള്ളത്തരം പറയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയും നേരല്ലാത്തൊരു കാര്യവുമായിട്ട് നീ ഒരു ഡീലിങ്സിനും പോവരുത്. ഓക്കെ എന്നാണ് പോയിട്ട് പറയുന്നത്. ഓർ ബീയിങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. കള്ളം ഉള്ളൊരു കാര്യം, സത്യമല്ലാത്തൊരു കാര്യത്തിലും നീ ഒരിക്കലും ചെന്ന് ഇടപെടരുത്. ഓർ ബീയിങ് ഹേറ്റഡ്, ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്, ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്. അതായത് ഒരുപക്ഷെ ഓർ ബീയിങ് ഹേറ്റഡ്, ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്.
നീ ഒരുപക്ഷെ വെറുക്കപ്പെട്ടേക്കാം അല്ലേ, വെറുക്കപ്പെട്ടാൻ ഉള്ള സാഹചര്യം ചിലപ്പോൾ ജീവിതത്തിൽ വന്നേക്കാം. ഓർ ബീങ് ഹെയ്റ്റഡ് ഡോണ്ട് ഗിവ് വേ ടു ഹെയ്റ്റിംഗ്. പക്ഷെ മനഃപൂർവ്വമായിട്ട് നീ വെറുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. ഡോണ്ട് ഗിവ് വേ ടു ഹെയ്റ്റിംഗ്. നിന്നെ മറ്റുള്ളവർ വെറുക്കാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കരുത്. ഓർ ബീങ് ഹെയ്റ്റഡ്, ഒരുപക്ഷെ അല്ലേ, നമുക്കറിയാൻ പറ്റത്തില്ല, നമുക്ക് സാഹചര്യങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല. ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ട സിറ്റുവേഷൻസ് വന്നേക്കാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഓർ ബീങ് ഹെയ്റ്റഡ് ഡോണ്ട് ഗിവ് വേ ടു ഹെയ്റ്റിംഗ്. നമ്മൾ മനഃപൂർവ്വമായിട്ട് വെറുക്കപ്പെടാനുള്ള സാഹചര്യം ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത് അല്ലേ. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്. നീ ഭയങ്കര നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ നീ ഒരു പെർഫെക്റ്റ് മാനാണ് എന്നുള്ള രീതിയിൽ ഡെലിബറേറ്റ് ആയിട്ട് നീ ഒന്നും ചെയ്യരുത്. നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കുക. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കറക്ഷൻസ് വരുത്താമെന്നാണ് പോയിട്ട് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് മാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടൊരു കാര്യങ്ങളും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഓക്കെ. ആൻഡ് നോർ ടോക്ക് ടു വൈസ്. വളരെ ബുദ്ധിമാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എനിക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയാം എന്നുള്ള രീതിയിലും നമ്മൾ സംസാരിക്കരുത് എന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. If you can meet with triumph and disaster and treat those two impostors just the same, if you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools, or watch the things you gave your life to broken, and stoop and build them up with worn out tools. ഓക്കെ. അതായത് ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. നിനക്ക് സ്വപ്നം കാണാൻ പറ്റണം, പക്ഷെ നീ ആ സ്വപ്നത്തിൻ്റെ അടിമയാവരുത് അല്ലേ. നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. നിൻ്റെ മാസ്റ്റർ ആവാൻ ആ ഡ്രീംസിനെ അനുവദിക്കരുത്. അതായത് നമ്മൾ ആ സ്വപ്നത്തിന് അടിമപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ആ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലേ. ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അപ്പം നാളെ ഞാൻ ഇന്നതാകും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്താകണമെന്ന് ആഗ്രഹിച്ചോ അതിനു വേണ്ടി എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. അതാണ് പോയിട്ട് പറയുന്നത്. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ആ സ്വപ്നത്തിനെ നിൻ്റെ യജമാനനാക്കി മാറ്റരുത്, അല്ലെങ്കിൽ നീ ആ സ്വപ്നത്തിൻ്റെ അടിമയായിട്ട് മാറരുത്. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. നീ ആ കാര്യങ്ങൾ വിവേചന ബുദ്ധിയോടെ സമീപിക്കണം. ഓക്കെ. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്ന എല്ലാ കാര്യത്തിനെ പറ്റി നമുക്കൊരു ആലോചന ഉണ്ടാവണം. തീർച്ചയായിട്ടും അഭിപ്രായവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവണം. പക്ഷേ ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. പക്ഷേ നീ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, അല്ലെങ്കിൽ നിൻ്റെ ചിന്തയിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ ലക്ഷ്യമാണ് എന്ന് നീ ചിന്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. നീ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കണം, തീർച്ചയായിട്ടും ചിന്തിക്കണം. പക്ഷേ നീ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നും നിൻ്റെ ചിന്തകളെല്ലാം നിൻ്റെ ലക്ഷ്യങ്ങളാണ് എന്നും വിചാരിക്കരുത് എന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇവിടെ വിജയവും പരാജയവുമാണ് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ട്രയംഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള വിജയം കൈവരിച്ചു. അതുപോലെ തന്നെ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് പരാജയപ്പെട്ട് ഭയങ്കര വലിയൊരു പരാജിതനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ രണ്ട് പേരെയും നിനക്ക് ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇതിനെ പോയിട്ട് ഇമ്പോസ്റ്റേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹിപ്പോക്രിറ്റ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മൾ വേറൊരു ഏത് സമയത്തും സ്വഭാവം മാറാൻ പറ്റുന്ന ഒരാൾ. അപ്പം ഇത് രണ്ടും വിജയം പരാജയത്തിലേക്കും പരാജയം വിജയത്തിലേക്കും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ നോർമലാണ് അല്ലേ. നമുക്ക് എപ്പോഴും കയറ്റവും ഇറക്കവും ഉണ്ടാവും, വിജയവും പരാജയവും മാറി മാറി വന്നുകൊണ്ടിരിക്കാം. അപ്പം ഇതിനെ രണ്ടിനെയും നമ്മൾ ഒരുപോലെ നേരിടാൻ പഠിക്കണം. എവിടെയെങ്കിലും നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നമ്മൾ ഈ ലോകം കീഴടക്കിയ മട്ടിൽ നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ പരാജിതനായാൽ, എവിടെയെങ്കിലും നമ്മൾ പരാജയപ്പെട്ടാൽ ഈ ലോകം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ, എൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി എന്നുള്ള രീതിയിൽ നമ്മൾ നശിക്കാനും പാടില്ല. അതാണ് ഇതിനെ രണ്ടിനെയും നമ്മളൊരു ന്യൂട്രലായിട്ട് സമീപിക്കുക കാര്യങ്ങളെ. ഓക്കെ. എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വേണം അല്ലേ. അതാണ് പോയിട്ട് പറയുന്നത്. നമ്മൾ ഈ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും, വിജയത്തിനെയും പരാജയത്തിനെയും ഒരുപോലെ കാണണം.
ഒരുപോലെ കാണാൻ പഠിക്കണം. ഓക്കെ, ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ആ രണ്ട് കാര്യങ്ങളെയും നീ ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം. ഒത്തിരി വിജയിച്ചു എന്ന് കരുതി ഒരുപാട് ആഹ്ലാദിക്കാനും പാടില്ല, പരാജയപ്പെട്ടു എന്ന് കരുതി ഒരുപാട് അങ്ങ് സങ്കടപ്പെടാനും പാടില്ല. അതുപോലെ തന്നെ if you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools. അതായത് if you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools. നിങ്ങൾ സത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യത്തിനെ നിങ്ങളെ വിഡ്ഢിയാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി നിങ്ങളുടെ ശത്രുവായിട്ടുള്ള ഒരാൾ വളച്ചൊടിച്ചാൽ, നിങ്ങൾ പറയുന്ന ഒരു സത്യത്തെ നിങ്ങളുടെ ശത്രുവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ കാരണത്തിന് വേണ്ടി വളച്ചൊടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റണം? ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ, അങ്ങനെ നിങ്ങൾ വളച്ചൊടിക്കപ്പെട്ട ആ വാക്ക് അങ്ങനെ കേൾക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായാൽ, ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, അതായത് അവർ ആ സത്യത്തെ വളച്ചൊടിച്ചു, അങ്ങനെയും നിങ്ങൾക്ക് അത് കേട്ടുകൊണ്ട് നിൽക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. നമുക്കൊരു പക്ഷേ നമ്മളുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയുന്ന കാര്യം വളച്ചൊടിക്കപ്പെട്ടാൽ നമുക്ക് അവരോട് ദേഷ്യം തോന്നും, സങ്കടം തോന്നും, അല്ലേ? അപ്പോൾ നിനക്കതൊന്നും തോന്നാതെ നിനക്കത് കേൾക്കാനുള്ള ശക്തി ഉണ്ടായാൽ, or watch the things you gave your life to broken and stoop and build them up with worn out tools. നീ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിൻ്റെ കയ്യിൽ നിന്ന് പോയാൽ, നഷ്ടപ്പെട്ടാൽ, അത് ചിലപ്പോൾ നമ്മുടെ ജോലിയാവാം, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നമ്മളുടെ ഒരു ഇമേജ് ആവാം, അല്ലേ? എന്ത് തന്നെ ആയാലും, or watch the things you gave your life ടു ബ്രോക്കൺ, നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ അർപ്പിച്ച്, അല്ലെങ്കിൽ ജീവന് തുല്യം നിങ്ങൾ സ്നേഹിച്ചോ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടോ ചെയ്ത ഒരു കാര്യം നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെയും, ആൻഡ് സ്റ്റൂപ്പ് ദെം ബിൽഡ് ദെം അപ്പ് വിത്ത് ദ വോൺ ഔട്ട് ടൂൾസ്, നിങ്ങളതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ എന്ത് പറ്റുമായിരിക്കും? നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി അർപ്പിച്ച എല്ലാ കാര്യങ്ങളും, നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗിച്ച ടൂൾസ് എന്നാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. ആ ടൂൾസ് എന്തൊക്കെയാവാം? നമ്മുടെ മനസ്സാകാം, നമ്മുടെ ശരീരമാകാം, എന്ത് വേണമെങ്കിലും ആവാം, അല്ലേ? നമ്മളുടെ മൊത്തത്തിൽ നമ്മൾ അർപ്പിച്ച് ചെയ്ത ഒരു കാര്യം ഒരുപക്ഷെ ഒരു പരാജയമായിട്ട് മാറിയാലും, നിൻ്റെ വോൺ ഔട്ട് ടൂൾസ് എന്ന് പറഞ്ഞാൽ തേഞ്ഞു പോയ നമ്മളുടെ ആയുധങ്ങൾ, അതായത് നമ്മൾ ക്ഷീണിച്ച് പോയിട്ടുണ്ടാവാം, നമ്മളത് ചെയ്ത് അത്രയും നമ്മുടെ ജീവൻ അർപ്പിച്ച് ചെയ്ത ആ കാര്യം ചെയ്ത് അത് നേടിയെടുത്തപ്പോൾ നമ്മൾ അത്രയും ക്ഷീണിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ക്ഷീണിച്ച് നേടിയെടുത്ത കാര്യം ഒരുപക്ഷെ നഷ്ടപ്പെട്ടാലും നമ്മളത് വീണ്ടും റീബിൽഡ് ചെയ്യണം എന്നാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദെം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. നിൻ്റെ നശിച്ചു പോയ അല്ലെങ്കിൽ നിൻ്റെ തേഞ്ഞ് പോയ ആ ആയുധങ്ങൾ തന്നെ വീണ്ടും എടുത്ത് നീ അത് റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ് ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. അതായത് ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ റിസ്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പല പല വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും, അല്ലേ? ആ വെല്ലുവിളികൾ ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ടാവാം. നമ്മുടെ ജീവിതവും എല്ലാം നഷ്ടപ്പെടാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടാവാം, അല്ലേ? അപ്പം അതെല്ലാം തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ നേടിയെടുത്ത, ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ആക്ച്വലി. ഓക്കെ, നിങ്ങളതിനെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ പിച്ച് ആൻഡ് ടോസിനകത്ത് നമ്മൾ ഈ പകിടയൊക്കെ കളിക്കുന്ന പോലെ തന്നെയാണ് ഈ പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ കറക്കി ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതം മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗെയിമിൽ നമ്മൾ കളിക്കുന്നത് പോലെയാണ് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികൾ നേരിടാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ,
അപ്പോൾ അങ്ങനെയുള്ളത് നേരിടുമ്പോൾ എന്താ പ്രശ്നം? പല പല റിസ്ക്കുകൾ അതിനകത്തുണ്ടാവും അല്ലേ? നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും നഷ്ടപ്പെട്ടെന്ന് വരാം. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ് ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. അപ്പോൾ അങ്ങനെ ചിലപ്പം നമുക്ക് നഷ്ടപ്പെടാം. നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, നിങ്ങൾ ആരംഭം മുതൽ അല്ലേ, ബിഗിനിങ് തൊട്ട് ആദ്യം മുതൽ നിങ്ങൾക്ക് പിന്നെയും അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ അപ്പോഴും നിങ്ങൾ പരാതി പറയരുത്. നിങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ ഇരുന്നാൽ, അതായത് ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഒത്തിരി മുന്നേറി നിൽക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ ഒരു ബാധ്യതയോ കാര്യങ്ങളോ വന്നു, നമ്മുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്നിരുന്നാലും നാളെ നമുക്ക് അധ്വാനിച്ച് വീണ്ടും പഴയ നമ്മുടെ ലൈഫിൻ്റെ പഴയ സിറ്റുവേഷനിലേക്ക് പോകാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും കരുത്തുമൊക്കെ നമുക്കുണ്ടാവണം എന്നാണ് പോയിട്ട് പറയുന്നത്. ഇത്രയും നാളും നിനക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടാലും ഒരു വാക്ക് പോലും പരാതി പറയാതെ ആദ്യം മുതൽ നിനക്ക് തുടങ്ങാനുള്ള ശക്തി ഉണ്ടാവുകയാണെങ്കിൽ, if you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. If you can force your heart and nerve and sinew to serve your turn long after they are gone, അതായത് ഇതിനു മുമ്പും നീ കഷ്ടപ്പെട്ട് ആയിരിക്കണം എല്ലാം നേടിയെടുത്തത് അല്ലേ? അപ്പം ആ നേടിയെടുത്ത സാഹചര്യത്തിൽ നിൻ്റെ ഹൃദയവും നിൻ്റെ ശക്തിയും നിൻ്റെ ഞരമ്പുകളും എന്നൊക്കെയാണ് ഇതിനകത്ത് പോയിട്ട് പറയുന്നത്. ഹൃദയവും ഞരമ്പ്, ബുദ്ധി, സാമർഥ്യം, അല്ലെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നിട്ടുണ്ടാവാം നമ്മുടെ ആ നഷ്ടത്തിൽ അല്ലേ? അത്രയും വലിയ നഷ്ടമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുന്നത്. പക്ഷേ എന്നാൽ പോലും എന്ത് പറ്റുമെന്നാണ് പറയുന്നത്? നമുക്ക് ഒന്നും കൂടെ അതിനെയൊക്കെ ഒന്ന് ഫോഴ്സ് ചെയ്തിട്ട്, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒന്ന് ഫോഴ്സ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മുടെ ഒരു സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഒരു സാധ്യത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു. നിൻ്റെ ശരീരത്തിലും മനസ്സിലും ബാക്കി ഒന്നും തന്നെ ബാക്കിയില്ല. പക്ഷേ എന്നിട്ടും എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദെം ഹോൾഡ് ഓൺ. പക്ഷേ ഒരു കാര്യം വീണ്ടും നിൻ്റെ മനസ്സ് ആവർത്തിക്കുകയാണ് അല്ലേ? ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യാനാണ്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം ചെയ്യുന്ന കാര്യം എന്താണോ അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നീ വെയിറ്റ് ചെയ്യുക നിൻ്റെ വിജയത്തിന് വേണ്ടി. അതായത് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഈ ഹോൾഡ് ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നീ സ്ഥിരോത്സാഹിയായിട്ട് നിനക്ക് ആവശ്യമുള്ള നിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി നീ എപ്പോഴും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. പക്ഷെ നിനക്ക് ചെയ്യാനുള്ള കാര്യം നീ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഹോൾഡ് ഓൺ. ഓക്കെ, അപ്പം നമുക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാവുമെന്നാണ് പോയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ്പ് യുവർ വെർച്യു or walk with kings nor lose the common touch, if neither foes nor loving friends can hurt you, if all men count with you but none too much, if you can fill the unforgiving minute with 60 seconds worth of distance run, yours is the earth and everything that's in it, and which is more, you will be a man, my son. If you can talk with ക്രൗഡ്സ് ആൻഡ് കീപ്പ് യുവർ വെർച്യു അല്ലേ? അതായത് നമുക്ക് ഒരു പ്രത്യേകത നമുക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ക്രൗഡിൽ നടക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാവും അല്ലേ? അപ്പോൾ ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ്പ് യുവർ വെർച്യു, നീ ഒരു ക്രൗഡിനോടൊപ്പം, അത് ഇവിടെ ക്രൗഡെന്ന് പോയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണയായിട്ടുള്ളൊരു മനുഷ്യനെയാണ്. അതായത് വളരെ ഇപ്പം നമ്മളെക്കാട്ടിലും താഴ്ന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ
ആണെങ്കിൽ, അയാളോടും നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പെരുമാറാൻ പറ്റുകയാണെങ്കിൽ, അതാണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ്പ് യുവർ വിർച്യു. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ആണെങ്കിൽ തന്നെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ അല്ലേ. അപ്പം ആ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട്, അഥവാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ നമ്മളെക്കാട്ടിലും താഴ്ന്ന ഒരാളാണെങ്കിൽ അയാളോടും നമ്മളുടെ മൂല്യങ്ങൾ ഒട്ടും തന്നെ ചോരാതെ നമുക്ക് സംസാരിക്കാനും അയാളോട് ഇടപെടാനും സാധിക്കുകയാണെങ്കിൽ, ഓർ വാക്ക് വിത്ത് കിങ്സ് നോർ ലൂസ് ദ കോമൺ ടച്ച്. അതായത് ഒരുപക്ഷെ നാളെ നമുക്ക് നമ്മളെക്കാട്ടിലും വളരെ ഉയർന്ന സാഹചര്യത്തിലും ഒക്കെ ജീവിക്കുന്ന ഒരാളുമായിട്ട് പരിചയപ്പെടാൻ, കിങ് എന്ന് പറയുന്നത് രാജാവ് എന്നുള്ളത് അല്ല പോയിട്ട് ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിലൊക്കെ വളരെ ഉന്നതനായിട്ടുള്ള ഒരാളെ നമുക്ക് സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ബന്ധുവായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപക്ഷെ നമുക്ക് നാളെ കിട്ടിയാലും നോർ ലൂസ് എ കോമൺ ടച്ച് അല്ലേ. സാധാരണക്കാരുമായിട്ട് നമുക്ക് ഇടപെടാൻ പിന്നീടും പറ്റണം. നമുക്ക് എത്ര ഉയർന്ന ഒരു സുഹൃത്ത് വന്നാലും, എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സുഹൃത്തോ ബന്ധുവോ നമുക്ക് പുതിയതായിട്ട് വന്നാലും, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോടും വീണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ, ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു, ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. അതായത് ശത്രുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ്. നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. സുഹൃത്തുക്കളും ശത്രുക്കളും നിന്നെ ഒരുപക്ഷെ വേദനിപ്പിക്കുന്നില്ലെങ്കിൽ, അതായത് സുഹൃത്തുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ആരിൽ നിന്നും നിനക്ക് യാതൊരുവിധ ഉപദ്രവവും ഇല്ല. അതുപോലെ തന്നെ ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, പക്ഷേ എന്നാൽ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് അങ്ങനെ നമ്മൾ ചിന്തിക്കണം എന്നാണ് പോയിട്ട് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചാൽ ഉണ്ട്. എന്നാൽ നമുക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ പോലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ആരും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണമെന്നാണ് പോയിട്ട് പറയുന്നത്. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ നേരിടാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളത് തന്നെ നേരിടുക. പക്ഷെ നമ്മളെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നാണെങ്കിൽ നമ്മൾ സഹായം തേടുക. അതാണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. അതുപോലെ തന്നെ ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗീവിങ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. അതായത് ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗീവിങ് മിനിറ്റ്, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സമയത്തിന്, അതായത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നിനക്ക് ആ ഒരു സമയം കൊണ്ട് പ്രയോജനമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിലും വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. അതായത് ആ ഒരു 60 സെക്കൻഡ് പോലും നിനക്ക് പോരാ, ആ 60 സെക്കൻഡ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ആ 60 സെക്കൻഡ് വളരെ വർത്താണ്. അതായത് അത് ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ് എന്ന് തോന്നി നീ അത് ചെയ്യാൻ ശ്രമിച്ചാൽ, അത് ആ മിനിറ്റ് സമയം എന്നുള്ളതൊക്കെ പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കാം. അതായത് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യവും ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നാൽ, ഞാനിത് ശ്രമിച്ചാൽ നടക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കരുത്. നമ്മൾ ജസ്റ്റ് ഒരു ട്രൈ എങ്കിലും കൊടുക്കണം. അതാണ് അൺഫോർഗീവിങ് മിനിറ്റ് എന്ന് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗീവിങ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. അതായത് ദൂരം കൂടുതലും സമയം കുറവും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. വളരെ ദൂരമുള്ളൊരു യാത്രയാണ്, പക്ഷേ ആ യാത്രയ്ക്കുള്ള സമയം വളരെ കുറവാണ്. അതായത് ഒരു വലിയൊരു ലക്ഷ്യമാണ്, പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ദുർഘടമാണെങ്കിൽ, എന്നാൽ പോലും നീ അതിനു വേണ്ടി ശ്രമിച്ചാൽ, ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗീവിങ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. യുവേഴ്സ് ഇസ് ദ എർത്ത് ആൻഡ് എവ്രിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്. ഈ ഭൂമി നിനക്കുള്ളതാണ്. യുവേഴ്സ് ഇസ് ദ എർത്ത് ആൻഡ് എവ്രിതിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്. ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ആൻഡ് വിച്ച് ഇസ് മോർ, യു വിൽ ബി എ മാൻ മൈ സൺ. അതിനേക്കാളൊക്കെ ഉപരി നീ ഒരു
എന്താ മനുഷ്യനാണ്, അതായത് ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാം എന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതിനകത്തും പൂർണ്ണമായിട്ടുള്ള അർത്ഥം വന്നിട്ടില്ല സത്യത്തിൽ. പോയിട്ട് ഒരുപാട് വളരെ ഉൾക്കാമ്പുള്ളൊരു കവിതയാണിത്. നിങ്ങളത് വീണ്ടും വീണ്ടും വായിച്ചാൽ ഞാൻ ഈ പറയുന്നത് കൂടാതെ ഒരുപാട് ഇമാജിനേഷൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിലപ്പം ഡെവലപ്പായി വന്നെന്നിരിക്കാം. ഓക്കെ, വളരെ ഡെപ്തുള്ളൊരു പോയാണ്, വളരെ നല്ലൊരു പോയാണ്. ഇതിനകത്ത് പ്രത്യേകം പോയിട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതിനകത്ത് പോയിട്ട് ഒരിക്കലും ഒരു പെർഫെക്റ്റ് മാനായിട്ട്, അല്ലേ, ആരും പെർഫെക്റ്റ് അല്ല, നമ്മളാരും തന്നെ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ടുള്ള ഒരു മനുഷ്യനല്ല. പക്ഷേ നമുക്ക് നമ്മുടെ പല കാര്യങ്ങളിലേക്കും പെർഫെക്ഷൻ എത്തിക്കാൻ പറ്റും, അല്ലേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാവാം, നമ്മുടെ സ്വഭാവമാവാം, നമ്മുടെ മൂല്യങ്ങളാവാം, എല്ലാം എപ്പോഴും നമുക്ക് ഒരു പടി ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും, അല്ലേ. അപ്പോൾ അത് തന്നെ പോയിട്ട് ഇതിനകത്ത് പറയുന്നുള്ളൂ. പോയിട്ട് പ്രത്യേകം പറയുന്നുണ്ട് എവിടെയാ, ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്, അല്ലേ. ഒരുപാട് വളരെ നല്ല മനുഷ്യനായിട്ടും നമ്മൾ മാറണം എന്നല്ല പറയുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ വെല്ലുവിളികളൊക്കെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ളൊരു ശക്തിയും, കാര്യങ്ങൾ ചിന്തിക്കാനുള്ളൊരു ബുദ്ധിയും, സ്വപ്നം കാണാനായിട്ടുള്ളൊരു ധൈര്യവും, അത് നേടിയെടുക്കാനുള്ളൊരു പരിശ്രമവും എല്ലാം വേണമെന്നാണ് പോയിട്ട് പറയുന്നത്, അല്ലേ. ഇതെല്ലാം ഒരുമിച്ച് നമുക്കുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മളൊരു പെർഫെക്റ്റ് മാനായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ പൂർണ്ണമായിട്ട് അതായത് പൂർണ്ണത വേണ്ടെന്നല്ല, പക്ഷേ എല്ലാ കാര്യവും ഇങ്ങനെ ആക്യുറേറ്റായിട്ട് ചെയ്യണം എന്നൊന്നും അല്ല പോയിട്ട് പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നീറ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലേ, അത്രേ ഉള്ളൂ. അപ്പം ഇഫ് എന്നുള്ള നമ്മുടെ ടൈറ്റിൽ തന്നെയുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനാണ്, ഈ ഭൂമി നിനക്കാണ്, ഈ ഭൂമി മാത്രമല്ല ഈ ഭൂമിയിലുള്ള എല്ലാം നിനക്കാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വീണ്ടും 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 ഈ പോയം വായിച്ചുകൊണ്ടേ ഇരിക്കുക. വളരെ ഡെപ്തുള്ള പോയാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പോയാണ്. അപ്പോൾ ഒരു അച്ഛൻ ഒരു മകന് കൊടുക്കുന്ന അഡ്വൈസ് പോലെയാണ് പോയിട്ട് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കീപ് സപ്പോർട്ടിങ് അസ് എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാത്തിലും ഉപരി നമുക്ക് വേണ്ടത്. ഇനിയും വീഡിയോസ് ചെയ്യണമെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പോൾ സെപ്റ്റംബറിൽ നമ്മുടെ +1 എക്സാം വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിടുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ +1 മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞായിരുന്നു, നമ്മൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ആയിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷും പിന്നെ മാത്സും മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഹിന്ദി ഇടാൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ ചെയ്ത് നമ്മൾ ടൈം കളയുന്നില്ല. മാത്സും പിന്നെ കെമിസ്ട്രി, ഫിസിക്സ് അതുപോലെയുള്ള ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.